ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2026 മെയ് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. നോ 10 മില്യൺ സ്വിറ്റ്സർലൻഡ് ഇനിഷ്യേറ്റീവ് ജൂൺ 14. സിവിലിയൻ സർവീസ് ഭേദഗതി റഫറണ്ടം ജൂൺ 14. രാജ്യത്ത് മെയ് 1 മുതൽ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രാബല്യത്തിൽ. സ്വിസ് റെയിൽവേ ടിക്കറ്റിങ്ങിന് പുതിയ പരീക്ഷണം ആരംഭിച്ചു. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ലൈവ് ഷോ ജൂൺ 26 ജർമ്മനിയിൽ. വാർത്തകൾ വിശദമായി. ജൂൺ 14 ദേശീയ തലത്തിൽ 2 സുപ്രധാന വിഷയങ്ങൾ ജനങ്ങളുടെ വോട്ടിനായി വരികയാണ്. ഇതുകൂടാതെ ഓരോ കന്റോണിലും പ്രാദേശിക വിഷയങ്ങളും ജനതീരുമാനത്തിനായി ഉണ്ടാകും. ദേശീയ വിഷയത്തിൽ ഒന്നാമത്തേത് നോ 10 മില്യൺ സ്വിറ്റ്സർലൻഡ് അഥവാ കൈനെ 10 മില്യൺ ഷ്വൈറ്റ്സ് എന്നതാണ്. രണ്ടാമത്തെ വിഷയം സിവിൽ സർവീസ് ആക്റ്റിൽ പാർലമെൻറ്റ് വരുത്തിയ ഭേദഗതികളുടെ അംഗീകാരമാണ്. ഒന്നാമത്തെ വിഷയമായ കൈനെ 10 മില്യൺ ഷ്വൈറ്റ്സ് എന്നത് നാഹാൾട്ടിക്കൈറ്റ് ഇനിഷ്യേറ്റീവ് എന്നും അറിയപ്പെടുന്നു. നാഹാൾട്ടിക്കൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങളും നടപടികളും എടുക്കുമ്പോൾ അവയൊന്നും അടുത്ത തലമുറയ്ക്ക് ദോഷമുണ്ടാകാൻ പാടില്ല എന്നാണ്. പ്രകൃതി സംരക്ഷണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി അനവധി കാര്യങ്ങളിൽ ഇന്നത്തെ തലമുറ എടുക്കുന്ന നടപടികളാണ് ഭാവി തലമുറയ്ക്ക് ഗുണമോ ദോഷമോ വരുത്തുക. രാജ്യത്തേക്കുള്ള വിദേശികളുടെ വരവ് ഇന്ന് നിയന്ത്രിക്കാതിരുന്നാൽ അതിൻ്റെ മുഴുവൻ ദോഷങ്ങളും വരും തലമുറകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് SVP പറയുന്നത്. ഇക്കാരണം കൊണ്ടാണ് നാഹാൾട്ടിക്കൈറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പേര് നൽകിയത്. ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നോക്കാം. രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം 2050 മുൻപ് 10 മില്യൺ എന്ന നമ്പറിലേക്ക് എത്തരുത്. ഇനിഷ്യേറ്റീവ് പാസ്സായാൽ 1 വർഷത്തിനകം സർക്കാർ നടപടികൾ ആരംഭിക്കണം. ജനസംഖ്യ 9.5 മില്യൺ ആകുമ്പോൾ സർക്കാർ വിവിധ നടപടികളുമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നു. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലും അവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രവേശനാനുമതി നൽകുന്നതിലും കർശന നിയന്ത്രണം വരുത്തണം. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന എല്ലാ അന്താരാഷ്ട്ര കരാറുകളും പുനഃപരിശോധിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലെ പൗരന്മാരുടെ സ്വതന്ത്ര സഞ്ചാരം എന്ന പ്രധാന വ്യവസ്ഥയിൽ നിന്നും രാജ്യം പിന്മാറണം. വിദേശികൾ മൂലമുള്ള ജനസംഖ്യാ വർധനവ് തടയുക എന്നതാണ് ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാന ലക്ഷ്യം. 2000 ആണ്ടിൽ സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യ 71,64,000 ആയിരുന്നത് 2025 ആയപ്പോൾ 91,40,000 ആയി വർദ്ധിച്ചു. 25 വർഷം കൊണ്ട് 27% വർധനവുണ്ടായി. ഇതിൽ 80% രാജ്യത്തിന് പുറത്തു നിന്നുള്ളവർ മൂലമാണ്. 2005 സർക്കാർ നടത്തിയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് രാജ്യത്തെ ജനസംഖ്യ 2036 84 ലക്ഷം ആകുമെന്നും പിന്നീട് 2050 നേരിയ കുറവുണ്ടായി 81 ലക്ഷത്തിലേക്ക് എത്തുമെന്നുമായിരുന്നു. ആ കണക്കുകൂട്ടൽ തെറ്റായിരുന്നുവെന്ന് SVP കുറ്റപ്പെടുത്തുകയാണ്. തെറ്റായ കണക്കുകൾ വിശ്വസിച്ച് നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് SVP പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ ആരംഭിച്ചത് മുതൽ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും തൊഴിൽ തേടുവാനും അനുമതി ഉണ്ടായി. അക്കാരണം കൊണ്ട് തന്നെ 1.6 മില്യൺ ജനങ്ങൾ ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് എത്തി. 2022 വലതുപക്ഷ പാർട്ടിയായ SVPയുടെ ഒരുപറ്റം നേതാക്കൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടി നടത്തിയ ചർച്ചയിലാണ് നോ 10 മില്യൺ സ്വിറ്റ്സർലൻഡ് എന്ന ആശയം രൂപം കൊണ്ടത്. സൂറിച്ചിൽ നിന്നുള്ള SVP പാർലമെൻറ്റ് അംഗവും ബാങ്കറും ആയ തോമസ് മാത്തർ ഈ വിഷയം ഏറ്റെടുത്ത് ഇനിഷ്യേറ്റീവിലേക്ക് എത്തിക്കുകയായിരുന്നു. രാജ്യത്ത് താമസിക്കുന്ന വിദേശികളെ കൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും സ്വിറ്റ്സർലൻഡിലെത്തി ദിവസേന ജോലി ചെയ്ത് മടങ്ങുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടായി. 2002 1,64,717 പേർ ഇപ്രകാരം വന്നിരുന്നത് 2024 ആയപ്പോൾ 4,06,946 ആയി വർദ്ധിച്ചു. ജർമ്മനിയിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനേക്കാൾ 16 മടങ്ങ് വർധനവ്
സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ജർമ്മനി 1.6%, ഇറ്റലി 3.5%, ഫ്രാൻസ് 12.5%, ഓസ്ട്രിയ 14.6% എന്നീ കണക്കിൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ വർധനവ് 25.4%. 2000 ശേഷം സ്വിസ് പൗരത്വം നേടിയ വിദേശികളുടെ എണ്ണം 10,37,000. സ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളിൽ ഭൂരിപക്ഷവും ഇതര ഭാഷകൾ സംസാരിക്കുന്നവരാണ്. 1,00,000 ആളുകൾ രാജ്യത്ത് കൂടുമ്പോൾ അനുബന്ധമായി ആവശ്യമായി വരുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. 45,000 താമസ സൗകര്യം, 53,157 വാഹനങ്ങൾ, 595 സ്കൂൾ ക്ലാസ്സുകൾ, 780 അധ്യാപകർ, 21% അധിക വൈദ്യുതി, 75 ബസ്സുകൾ, 34 ട്രെയിൻ ബോഗികൾ, 468 ഡോക്ടേഴ്സ്, 420 ആശുപത്രി ബെഡ്, 2073 ഇതര ആതുര സേവകർ, 82 ദന്ത ഡോക്ടർമാർ, ഒരു ദിവസം 14 ബില്യൺ ലിറ്റർ കുടിവെള്ളം, ഒരു വർഷം 67,000 ടൺ വേസ്റ്റ്. ഇപ്രകാരമുള്ള കണക്കുകൾ വിലയിരുത്തിയാണ് SVP ഇനിഷ്യേറ്റീവിന് ആരംഭം കുറിച്ചത്. രാജ്യത്തെ വലതുപക്ഷ പാർട്ടിയായ SVP ഈ ഇനിഷ്യേറ്റീവ് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറയുന്ന വാദങ്ങൾ പരിശോധിക്കാം. പരിധിയില്ലാതെ രാജ്യത്ത് വിദേശികൾ വരുമ്പോൾ സ്വദേശികൾക്ക് തൻ്റെ രാജ്യം എന്ന അഭിമാനബോധം ഇല്ലാതാകും. സ്വന്തം രാജ്യത്ത് അവർ അപരിചിതരാകുന്നു. തങ്ങളുടെ ജീവിതം വിദേശികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടി വരുന്നു. 2020 കണക്കനുസരിച്ച് രാജ്യത്ത് 9.1 മില്യൺ ജനങ്ങൾ വസിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട് 10 ലക്ഷം പേരാണ് രാജ്യത്തെത്തിയത്. ഇവർ പ്രധാനമായും ഇതര യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ, അഭയാർത്ഥികൾ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അഭയാർത്ഥികളിൽ ഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളായ പുരുഷന്മാരാണ്. രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ അഭയാർത്ഥികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. മാഫിയ സംഘങ്ങൾ പണം വാങ്ങി ചെറുപ്പക്കാരായ മുസ്ലിം പുരുഷന്മാരെ യൂറോപ്പിലേക്ക് എത്തിക്കുകയാണ്. വലിയ ഗൂഢലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് താമസ സൗകര്യം ആവശ്യമായി വരുന്നു. വീട്ടുവാടക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ സ്വന്തം പൗരന്മാർക്ക് പോലും വീട് ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞു. പ്രകൃതി മനോഹരമായ സ്വിറ്റ്സർലൻഡിൽ കൂടുതൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. പ്രകൃതിക്ക് ദോഷമുണ്ടാവുകയും ജനങ്ങളുടെ ജീവിത ഗുണനിലവാരവും ക്ഷേമവും കുറയുകയും ചെയ്യുന്നു. സ്വിറ്റ്സർലൻഡിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നത നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമാണ്. എന്നാൽ ഇന്ന് ഓരോ ക്ലാസ്സിലും വിവിധ ഭാഷക്കാരും ദേശക്കാരും നിറയുമ്പോൾ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ട് പോകുന്നു. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. പൊതുഗതാഗത മേഖലയിൽ വലിയ തിരക്ക്, അന്തരീക്ഷ മലിനീകരണം, ട്രാഫിക് ബ്ലോക്ക് തുടങ്ങിയവയ്ക്കൊപ്പം മനുഷ്യൻ്റെ ശാന്തതയും സുരക്ഷിതത്വവും നഷ്ടപ്പെടുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നു. ഇതൊക്കെയാണ് SVP ഈ ഇനിഷ്യേറ്റീവ് പാസ്സാക്കുന്നതിന് ജനത്തോട് പറയുന്ന ന്യായങ്ങളും വാദങ്ങളും. നോ 10 മില്യൺ സ്വിറ്റ്സർലൻഡ് ഇനിഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെടുന്ന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിരത്തുന്ന വാദങ്ങൾ കൂടി നോക്കാം. കേന്ദ്ര സർക്കാരും പാർലമെൻറ്റും ഈ ഇനിഷ്യേറ്റീവിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. രാജ്യത്തിൻ്റെ പൊതുനന്മയ്ക്കും സമൃദ്ധിക്കും ഈ ഇനിഷ്യേറ്റീവ് ദോഷം വരുത്തും. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഉഭയകക്ഷി കരാറുകൾ രാജ്യനന്മയ്ക്ക് അത്യാവശ്യമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും വൈദേശിക തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത്. സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് തൊഴിലാളികളുടെ ലഭ്യത അനിവാര്യമാണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 2 മേഖലകളാണ് ആശുപത്രി, നഴ്സിംഗ് ഹോം, പിന്നെ നിർമ്മാണ മേഖലയും. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും വിദേശികളാണ്. ഇനിഷ്യേറ്റീവ് പാസ്സായാൽ ജനജീവിതത്തെ സാരമായി ബാധിക്കും. യൂറോപ്യൻ യൂണിയനുമായി നിലനിൽക്കുന്ന ഉഭയകക്ഷി കരാറിൽ നിന്നും പിന്മാറി ഒറ്റപ്പെട്ട തുരുത്താകാൻ രാജ്യത്തിന് കഴിയില്ല. സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ഈ കരാറുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഷെങ്കൻ രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കുറ്റകൃത്യങ്ങളും ഭീകരപ്രവർത്തനങ്ങളും തടയുന്നതിന് സഹായിക്കുന്നു. രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിനും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും ഇനിഷ്യേറ്റീവ് മങ്ങൽ ഏൽപ്പിക്കും. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഡബ്ലിൻ കരാറിൽ നിന്നും പിന്മാറിയാൽ അഭയാർത്ഥി പ്രവാഹം നിയന്ത്രണാതീതമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിഷ്യേറ്റീവ് പാസ്സായാൽ പരിഹാരങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് സംഭവിക്കുക. അതുകൊണ്ട് പാസ്സാക്കരുതെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. Hello everybody, my name is Girish Aryan Gatal. Our homes are going to be powered by solar in the near future.
There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palathanam. Buying a solar system is a long-term investment. We have launched SolarTech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. Mijn naam is Antonio Colucci en arbeid voor de White Line SolarTech Solution. Hello, I'm Pedro. I'm working for White Line SolarTech Solution. We are committed to provide you best quality, Best service, best price. ജൂൺ 14 ജനം വോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം പാർലമെൻറ്റ് പാസ്സാക്കിയ അമെൻമെൻറ്റ് ടു ദി സിവിലിയൻ സർവീസ് ആക്ടിനെതിരെ ഉണ്ടായിരിക്കുന്ന റഫറണ്ടമാണ്. സ്വിസ് പൗരത്വമുള്ള എല്ലാ പുരുഷന്മാരും നിശ്ചിത പ്രായത്തിനുള്ളിൽ നിർബന്ധമായും മിലിറ്ററി പരിശീലനം പൂർത്തിയാക്കണമെന്ന നിയമം രാജ്യത്തുണ്ട്. മിലിറ്ററി ജോലി ചെയ്യുവാൻ ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സിവിലിയൻ ജോലികൾക്ക് അനുവാദമുണ്ട്. 2009 വരെ ഇപ്രകാരമുള്ള മാറ്റത്തിനായി ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കമ്മീഷൻ പഠിച്ചതിന് ശേഷം മാത്രമായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് ഈ വ്യവസ്ഥകളിലെ കാർക്കശ്യം ഒഴിവാക്കി സിവിലിയൻ ജോലി താൽപ്പര്യപ്പെടുന്നവർക്ക് അനുവാദം നൽകി വന്നു. കാലക്രമേണ കൂടുതൽ ചെറുപ്പക്കാരിലും മിലിറ്ററി സേവനം ഒഴിവാക്കുന്ന പ്രവണതയാണ് ഉണ്ടായത്. 2025 7211 പേർ സിവിലിയൻ സേവനം തിരഞ്ഞെടുത്തു. ആശുപത്രി, ഓൾഡ് ഏജ് ഹോംസ്, പ്രകൃതി സംരക്ഷണം, കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ മിലിറ്ററിക്ക് പകരം സേവനം ചെയ്യാവുന്നതാണ്. ഈ സേവനകാലത്ത് ശമ്പളം നൽകുന്നത് സർക്കാരാണ്. അടുത്ത കാലത്തായി കൂടുതൽ പേർ മിലിറ്ററിയോട് താല്പര്യമില്ലാതെ സിവിലിയൻ ജോലികൾ തിരഞ്ഞെടുത്തതാണ് നിയമം കർക്കശമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പാർലമെൻറ്റ് 6 പോയിൻ്റുകൾ ഉൾപ്പെടുത്തി നിയമ ഭേദഗതി വരുത്തി. ഒന്നാമത്, സൈനിക സേവനം പൂർത്തിയാക്കാൻ 100 ദിവസത്തിൽ താഴെ മാത്രം അവശേഷിക്കുന്നവർ സിവിലിയൻ ജോലിയിലേക്ക് മാറിയാൽ 150 ദിവസം സേവനം ചെയ്യണം. രണ്ടാമത്, സൈനിക സേവനത്തേക്കാൾ 1.5 മടങ്ങ് അധികം സിവിലിയൻ ജോലി തിരഞ്ഞെടുക്കുന്നവർക്കുണ്ടാകും. മൂന്നാമത്, മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ സിവിലിയൻ തിരഞ്ഞെടുത്താൽ ആ പ്രൊഫഷണൽ ജോലി ചെയ്യുവാൻ പാടില്ല. നാലാമത്, മിലിറ്ററി സർവീസ് പൂർത്തിയാക്കിയവർക്ക് പിന്നീടും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം പതിവാണ്. അത് ഒഴിവാക്കി സിവിലിയൻ സർവീസിന് അനുമതി ഇല്ല. അഞ്ചാമത്, സിവിലിയൻ സർവീസ് തിരഞ്ഞെടുക്കുന്നവർ തുടർച്ചയായ വർഷങ്ങളിൽ ജോലി ചെയ്ത് പൂർത്തിയാക്കണം. നിലവിൽ താൽപ്പര്യമുള്ള വർഷങ്ങളിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തിക്ക് സേവനം തിരഞ്ഞെടുക്കുവാൻ അനുവാദമുണ്ട്. ആറാമത്, ഒരാൾ റിക്രൂട്ട്മെൻറ്റ് തൊട്ട് മുൻപോ തൊട്ട് ശേഷമോ സിവിലിയൻ സർവീസിലേക്ക് മാറുകയാണെങ്കിൽ തുടർച്ചയായി ആ വർഷം തന്നെ 180 ദിവസം ജോലി ചെയ്തിരിക്കണം. സിവിലിയൻ ജോലികൾ അനാകർഷകമാക്കുന്നതിനും കൂടുതൽ ചെറുപ്പക്കാരെ മിലിറ്ററി സേവനത്തിന് ലഭിക്കുന്നതിനുമാണ് പാർലമെൻറ്റ് നിയമ ഭേദഗതി നടത്തിയത്. SVP, FDP, മിറ്റെ എന്നീ പാർട്ടികളാണ് നിയമ ഭേദഗതികൾക്കായി നിലപാടെടുത്തത്. SP, ഗ്രീൻ, GLP, EVP എന്നീ പാർട്ടികൾ എതിർ നിലപാടുകളാണ് സ്വീകരിച്ചത്. ആശുപത്രി, പ്രകൃതി സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സിവിലിയൻ സേവനം വലിയ സഹായമാണ്. അവരുടെ ലഭ്യതയില്ലാതായാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. പൗരത്വം എടുത്തിട്ടുള്ള നമ്മുടെ രണ്ടാം തലമുറയെയും ബാധിക്കുന്ന വിഷയമാണിതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസവും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുമായ മോഹൻലാൽ ജൂൺ 26 ജർമ്മനിയിലെ ഓബർഹൗസൻ റുഡോൾഫ് വേബർ അറേനയിൽ എത്തുന്നു. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ലൈവ് ഇൻ ജർമ്മനി ബിയോണ്ട് ദ സ്ക്രീൻ എന്ന ഷോ യൂറോപ്പിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇന്ത്യൻ സ്റ്റാർ നൈറ്റായി അറിയപ്പെടാൻ പോവുകയാണ്. അഭിനയ മികവ് കൊണ്ട് മലയാള സിനിമയെ 4 പതിറ്റാണ്ടായി അടക്കി വാഴുന്ന അതുല്യ നടനാണ് മോഹൻലാൽ. തിരനോട്ടത്തിൽ തുടങ്ങി പാട്രിയോട്ടിൽ വരെ എത്തി നിൽക്കുന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനും സംഘവും താരനിശ്ചയവുമായി ജൂൺ 26 ജർമ്മനിയിലെത്തുന്നു. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, ഷൈം ടോം ചാക്കോ, റംസാൻ മുഹമ്മദ്, സ്വാസിക, സാനിയ ഈയപ്പൻ എന്നീ താരനിരകൾക്കൊപ്പം വിധു പ്രതാപ്, മനോജ് ജോർജ്, അഞ്ജു ജോസഫ്, അനൂപ് കോവളം എന്നീ സംഗീത ലോകത്തെ വിസ്മയങ്ങളും മോഹൻലാൽ ഷോയിൽ അണിനിരക്കും. 1996 മുതൽ ലോകപ്രശസ്ത കലാകാരന്മാർക്ക് വേദി ഒരുക്കിയ റുഡോൾഫ് വേബർ അരേനയിൽ
13,000-ഓളം ആളുകൾക്ക് സൗകര്യം ലഭ്യമാണ്. ഏപ്രിൽ 15 വിഷുദിനത്തിൽ മോഹൻലാൽ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. നിരവധി പ്രമുഖ അന്താരാഷ്ട്ര സംഘാടകരുടെ സംയുക്ത സംരംഭമാണ് ഈ ഭീമൻ താരനിശ. യൂറോപ്പിലാകമാനം ഇന്ത്യൻ സിനിമയുടെ സ്ക്രീനിംഗ് നടത്തിവരുന്ന ലോക എൻ്റർടൈൻമെൻറ്റ്സ് ആണ് മുഖ്യ സംഘാടകർ. അതുപോലെ കാൽ നൂറ്റാണ്ടായി യൂറോപ്പിലും ഓസ്ട്രേലിയയിലും നിരവധി സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ച് പരിചിതരായ ഗോൾഡൻ ഡ്രീംസ് ഈവൻസും ബിസിനസ് കേരളയുമാണ് പ്രോഗ്രാമിൻ്റെ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ചെയ്യുന്നത്. UK ഈവൻറ്റ് ലൈഫ്, എപ്പിക് എക്സ്പീരിയൻസ്, ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആയ ടിക്കറ്റ് വാർസ് എന്നിവരാണ് പ്രോഗ്രാമിൻ്റെ മറ്റു സംഘാടകർ. ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേജ് അവതരണവും ഇന്ത്യൻ കലാരൂപങ്ങളുടെ മികവും സമന്വയിക്കുന്ന ഈ ഷോ യൂറോപ്പിലെ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. Leiche Scalibate, große Mintelmänner für Sammeltis und Mensalz bei Effekt von Busen. A massive airship has been hovering over Södertörn for the last few hours, and authorities still have no clear explanation. The logo visible on the airship, which appears to belong to an Indian film distribution company now operating in Germany. Es gibt jedoch keine offizielle Bestätigung über ihre Beteiligung oder warum dies geschieht. Die Situation മെയ് 1 മുതൽ സ്വിറ്റ്സർലൻഡിൽ 142 എന്ന ഹോട്ട്ലൈൻ നമ്പർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായി ജനങ്ങൾക്ക് ലഭ്യമായി. ഈ നമ്പർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് മാനസികമോ ശാരീരികവുമായ പീഡനങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ ഉണ്ടായാൽ സഹായത്തിനും ഉപദേശത്തിനുമായി വിളിക്കാമെന്നതാണ്. സഹായത്തിന് വിളിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാക്കി വ്യക്തമായ നിർദ്ദേശങ്ങളും പോംവഴികളും നൽകുവാൻ പ്രാപ്തിയുള്ളവരെയാണ് ഓരോ കന്റോണുകളും നിയമിച്ചിരിക്കുന്നത്. ഇരയാകുന്ന വ്യക്തിക്ക് എന്തു ചെയ്യാൻ പറ്റും, എവിടെയാണ് സംരക്ഷണം ലഭിക്കുക, നിയമപരമായ അവകാശങ്ങൾ എന്തൊക്കെ, കേസ് ഫയൽ ചെയ്യുന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നീ കാര്യങ്ങളിൽ കൃത്യമായ ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. ഇത് പോലീസിൻ്റെ നമ്പർ അല്ല. അതുകൊണ്ട് അപകടകരമായ അടിയന്തര ഘട്ടങ്ങളിൽ വിളിക്കേണ്ടത് 117 എന്ന പോലീസ് നമ്പറിലായിരിക്കണം. വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തി സുരക്ഷ നൽകുവാൻ പോലീസിന് മാത്രമായിരിക്കും സാധിക്കുക. സ്വിസ് റെയിൽവേ യാത്രാ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു സംവിധാനം റെയിൽവേ ആപ്പിൽ പരീക്ഷണം തുടങ്ങി. ബി ഇൻ ബി ഔട്ട് എന്ന ഈ പുതിയ സിസ്റ്റം ഏപ്രിൽ 27 മുതൽ ജൂൺ അവസാനം വരെ പരീക്ഷണാർത്ഥം 3000 പേർക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ SBB ആപ്പിലെ ഈസി റൈഡ് യാത്രക്കാർ ടിക്കറ്റിങ്ങിനായി ഉപയോഗിച്ചു വരുന്നു. യാത്ര തുടങ്ങിയതിന് ശേഷം മാത്രം ഈസി റൈഡ് ആക്ടിവേറ്റ് ചെയ്താൽ ഫൈൻ ലഭിക്കുന്നതും പതിവാണ്. പുതിയ ആപ്പ് ഫംഗ്ഷൻ പ്രാബല്യത്തിലായാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ട്രെയിനിൽ സ്ഥാപിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് ബീക്കൺ വഴി യാത്രക്കാരൻ്റെ മൊബൈൽ ആപ്പിന് ബന്ധമുണ്ടാകുന്നു. യാത്ര തുടങ്ങുന്ന സ്ഥലവും യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സ്ഥലവും രജിസ്റ്റർ ചെയ്യപ്പെടുകയും നൽകിയിരിക്കുന്ന ബാങ്ക് കാർഡിൽ നിന്നും പണം റെയിൽവേക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആപ്പ് ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ ജോലികൾ യാത്രക്കാരൻ ചെയ്യേണ്ടതില്ല. നിലവിലെ പരീക്ഷണം വിജയമാണോ എന്ന് ജൂൺ 30 ശേഷം റെയിൽവേ അറിയിക്കുന്നതാണ്. ഡയറക്റ്റ് ഡെമോക്രസിയുടെ വ്യക്തമായ ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിൽ നിലനിൽക്കുന്ന ഇനിഷ്യേറ്റീവും റഫറൻഡവും. ഇനിഷ്യേറ്റീവ് വഴി നിലവിലെ നിയമത്തിൽ മാറ്റം വരുത്താനോ പുതിയ നിയമം എഴുതി ചേർക്കാനോ ജനത്തിന് സാധിക്കുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം ക്യാൻസൽ ചെയ്യാൻ റഫറൻഡം വഴി ജനത്തിന് സാധിക്കും. അതോടൊപ്പം തന്നെ പറയാവുന്നതാണ്, പാസ്സാക്കപ്പെട്ട ഇനിഷ്യേറ്റീവുകൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്നത്. ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഫ്ലേഗോ ഇനിഷ്യേറ്റീവ്. ആവശ്യപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക ബാധ്യത പറഞ്ഞ് ചർച്ചകൾ മാത്രമായി പോകുന്നു എന്നത്.
രാജ്യത്തിന് പുറത്തു നിന്നുള്ള കാരണങ്ങളും പലപ്പോഴും തടസ്സമാകാറുണ്ട്. ഉദാഹരണത്തിന്, ക്രിമിനലുകളായി വിദേശികളെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്ന ഇനിഷ്യേറ്റീവ് 2010 പാസ്സായതാണ്. യൂറോപ്യൻ യൂണിയനിലെ മനുഷ്യാവകാശ നിയമം, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയ യൂണിയൻ്റെ നിയമങ്ങൾ മൂലം ആ രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളെ പുറത്താക്കുവാൻ സ്വിറ്റ്സർലൻഡിന് സാധിക്കാറില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയ ക്രിമിനലുകളെയും പുറത്താക്കാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ട്. അവരുടെ മാതൃരാജ്യത്ത് യുദ്ധവും കലാപവും നടക്കുന്നതും രേഖകളില്ലാത്തവരെ തിരിച്ചെടുക്കുവാൻ ആ രാജ്യം തയ്യാറാകാത്തതും കാരണങ്ങളാണ്. അതുപോലെ അഭയാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവരെയും മടക്കി അയക്കാൻ പറ്റാത്ത സാഹചര്യവും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ SP പാർട്ടിയുടെ മന്ത്രിയെ SVP ശക്തമായി രൂക്ഷമായി വിമർശിക്കുന്നു. തെളിവുകളോടെ പല കേസുകളും SVP കൊണ്ടുവരുന്നുണ്ട്. ഇറാഖിൽ നിന്നെത്തിയ വൈകല്യമുള്ള അഭയാർത്ഥിക്ക് അഭയം നിഷേധിച്ച് 2017 ആരോഗ്യകാര്യത്തിലും ദൈനംദിന ജീവിതത്തിനും പരസഹായം ആവശ്യമുള്ള വ്യക്തിയാണിത്. ജർമ്മനിയിൽ ആദ്യം ഇയാൾ എത്തുകയും ആ രാജ്യം 33,500 യൂറോ ചികിത്സയ്ക്കായി ചെലവാക്കുകയും ചെയ്തു. പിന്നീട് ഇയാൾ സ്വിറ്റ്സർലൻഡിലെത്തി. വ്യക്തമായ സഹായങ്ങൾ നൽകുവാൻ പിന്നിൽ ആളുണ്ടായതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലേക്ക് ഇയാൾ എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ഈ വ്യക്തിയെ താമസിപ്പിക്കുന്നതിന് രാജ്യത്തെ നേഴ്സിംഗ് സ്ഥാപനങ്ങളിൽ അധികാരികൾ അന്വേഷണം നടത്തിയെങ്കിലും ഒരു സ്ഥാപനം മാത്രമാണ് സമ്മതം അറിയിച്ചത്. അക്രമ സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് 24 മണിക്കൂറും ഒരാളുടെ സേവനം സർക്കാർ നൽകിയിട്ടുണ്ട്. 2017 മുതൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഓരോ ദിവസവും 1000 ഫ്രാങ്ക് വീതം ഇയാൾക്കായി ചെലവഴിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി കേസുകൾ രാജ്യത്തുണ്ടെന്ന് SVP പാർട്ടി വിമർശനം ഉന്നയിക്കുന്നു. കാലങ്ങളായി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന SP പാർട്ടിയുടെ മന്ത്രിമാരുടെ ശ്രദ്ധക്കുറവാണ് ഈ വീഴ്ചകൾക്ക് കാരണമെന്ന് SVP കുറ്റപ്പെടുത്തുന്നു. ബി-ഫ്രണ്ട്സ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഗ്ലാത്ത് ഗ്ലാഡിയേറ്റേഴ്സ് വിജയകിരീടം നേടി. കായിക സാംസ്കാരിക സംഘടനയായ ബി-ഫ്രണ്ട്സ് സംഘടിപ്പിച്ച 2ാമത് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് കായിക പ്രേമികളുടെ പ്രോത്സാഹനങ്ങളും ആവേശവും നിറഞ്ഞ പര്യവസാനം. ഏപ്രിൽ 25 എംബ്രാഹിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. രാവിലെ 8 മണിക്ക് ചാൾസ് അങ്ങാടിയത്തിൻ്റെ സ്വാഗതത്തോടെ ആരംഭിച്ച മത്സരങ്ങൾ ബി-ഫ്രണ്ട്സ് പ്രസിഡന്റ് ടോമി തൊണ്ടാങ്കുഴി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ബോബ് തടത്തിൽ, അഖിൽ പാലാട്ടി എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ടൂർണമെൻറ്റ് വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. സെക്രട്ടറി രതീഷ് രാമനാഥൻ നന്ദി പ്രകാശിപ്പിച്ചു. ആവേശം നിറഞ്ഞ ഫൈനലിൽ കിരീടം ചൂടിയ ഗ്ലാത്ത് ഗ്ലാഡിയേറ്റേഴ്സിന് ട്രോഫിയും പാരിതോഷികങ്ങളും സമ്മാനിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരികയാണ്. ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് നമ്മുടെ കേരളത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭരിക്കാനല്ല, സേവനത്തിനാണെന്ന് ഓരോ സാമാജികനും ചിന്തിക്കട്ടെ. ഖജനാവിലെ പണം സാധാരണക്കാരൻ്റേതാണെന്ന ബോധ്യവും ഇവർക്കുണ്ടാകട്ടെ. തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഹലോ ഫ്രണ്ട്സിൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.